ഭാഗ്യത്തിന് എൻ്റെ വീട്ടിൽ ചോറും മീൻകറിയും കുറച്ച് കിഴങ്ങും അച്ചാറും വീട്ടുകാർ വെച്ചിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ. ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂടെ 2 മുട്ടയും കൂടെ പൊരിക്കാമെന്ന്. ഞാൻ അതിനു വേണ്ടി മസാല കൂട്ടുകയാണ് ഗൈസ്. എൻ്റെ ചൈനീസ് മസാല കൂട്ട് നിങ്ങൾ അറിയുമെന്ന് വിചാരിച്ച് ഞാൻ ഇതിൻ്റെ ലെങ്ത് കുറയ്ക്കുകയാണ്. ശേഷം ഞാൻ മുട്ട പൊട്ടിച്ച് അതിലൊഴിച്ചു എൻ്റെ മസാല കൂട്ടിയോട്ട്. വീഴുമുട്ടയെ വീഴി. ഇതാണ് എൻ്റെ മുട്ട മസാല കൂട്ടം. ശേഷം സ്പൂണില്ലാത്ത എൻ്റെ വാശിയിൽ ഞാൻ കൈവച്ചിളക്കുകയാണ്. ജിങ്ക എല്ലാം നമ്മൾ കൈവച്ചല്ലേ കഴിക്കുന്നത്. അതുകൊണ്ട് കൈവച്ചിളക്കിയെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. വിശ്വസിക്കൂ എന്നെ. ഇനി ഞാൻ മുട്ട പൊരിക്കാൻ പോവുകയാണ്. ശ്രദ്ധയോടെ എൻ്റെ മുട്ട പൊരിപ്പ് ശ്രദ്ധിക്കണം. ടിപ്പിക്കിരി എനിക്ക് പോയി. എന്നെ ശല്യപ്പെടുത്താൻ വന്ന എൻ്റെ ശത്രുവാണ്. അയ്യോ കാക്ക എന്നെ അടിക്കല്ലേ. ഇല്ല നിന്നെ തൊഴിക്കത്തേ ഉള്ളൂ. ഇറങ്ങിപ്പോടി പിച്ചക്കാരി. പക്ഷേ എൻ്റെ അനിയത്തിയല്ലേ, എന്നെ വിടോ. അവള് പ്രതികാരം വിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആ വീട്ടിൽ. ഭാഷാല. അങ്ങനെ ഞാൻ മുട്ട പൊരിച്ചു തുടങ്ങി. മുട്ട എങ്ങനെയാണെന്ന് വെച്ചാൽ പിച്ചാത്തി ഉപയോഗിച്ചാണ് മുട്ട പൊരിക്കുന്നത്. ചിലപ്പോൾ ഇന്ത്യയിലാവട്ടെ അല്ലെങ്കിൽ കേരളത്തിലാവട്ടെ ആദ്യമായിട്ടായിരിക്കും ഒരു പിച്ചാത്തി ഉപയോഗിച്ച് മുട്ട പൊരിക്കുന്ന ഒരു വ്യക്തി ഞാനാവുന്നത്. അങ്ങനെ മുട്ട ഏകദേശം വെന്തു. എനിക്ക് മാത്രം കഴിക്കാൻ കൊള്ളാവുന്ന രീതിയിലായി. ഞാൻ ഫ്രൈ പാൻ വെച്ചാണ് കഴിക്കുന്നത്. കാരണം എനിക്ക് മുട്ടയിൽ എപ്പോഴും ചൂട് കാണണം. ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ഷിയാക്കുത്തനെ ഒന്ന് ഫോളോ ചെയ്യണേ.